തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഒരു ഔപചാരികമായ തുടക്കം തന്നെ ആവുകയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ തിരുവനന്തപുരം പരിപാടിയോടുകൂടി. കഴിഞ്ഞ ഒരു മാസമായി കേരള പദയാത്ര 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് വലിയ തോതിൽ ശ്രീ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം എല്ലായിടത്തും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇത് 3ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം കേരളത്തിന് തുറന്നു കൊടുത്തിരുന്നു. ഇത്തവണ ISROയിലും അത്തരത്തിലുള്ള വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ, രാജ്യം ഉറ്റുനോക്കുന്ന ഗഗനയാൻ ഉൾപ്പെടെയുള്ള പല വികസന പദ്ധതികളുടെയും ലോകോത്തരമായ നേട്ടങ്ങളുടെയും എല്ലാം ലോകാർപ്പണം ഇന്ന് നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയ രംഗത്തും വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. LDFും UDFും വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരളത്തിൽ. കാരണം IND മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 കൂട്ടരും പരസ്പരം എന്തിനാണ് മത്സരിക്കുന്നതെന്നുള്ള ചോദ്യം രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോലും എത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്നെ വയനാട് ഉപേക്ഷിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ IND മുന്നണിയുടെ പ്രധാന ഘടകകക്ഷികളായിട്ടുള്ള കോൺഗ്രസും CPMും ഇവിടെ പരസ്പരം മത്സരിക്കുന്നത് വെറും ഒരു പ്രഹസനമാണെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് പോലും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ എതിർക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ്. NDAക്ക് വിജയസാധ്യതയുള്ളിടത്തെല്ലാം ഇവർ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഖ്യങ്ങളാണ് ഇത്രയും കാലങ്ങൾ നടത്തിയത്. ഇനി പരസ്യമായ സഖ്യങ്ങളിലേക്കാണ് അവർ പോകുന്നത്. കേരളത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുകയാണ്. മോദി വീണ്ടും വരണമെന്നുള്ള ആഗ്രഹം മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് കേരള യാത്രയ്ക്ക് ലഭിച്ച പ്രതികരണം. അല്ല, കേരളം NDAക്ക് ബാലികേറാമലയല്ല. നരേന്ദ്രമോദിയെ കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും NDAക്കുണ്ട്, പ്രധാനമന്ത്രിക്കുണ്ട്. നരേന്ദ്രമോദിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ. ഇന്നത്തെ ഈ പരിതാപകരമായ സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ, മലയാളികൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു നേതാവ് ശ്രീ നരേന്ദ്രമോദി മാത്രമാണ്. 2024 മറ്റാർക്കും സാധ്യതയില്ല. വലിയ ഭൂരിപക്ഷത്തോടുകൂടി മോദി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കിടയിലും വളരെ ശക്തമാണെന്നുള്ളതാണ് അത് പ്രകടിപ്പിക്കുന്നത്. കേരളം മോദിയോടൊപ്പമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യവാരം ഉണ്ടാവും. വൈകാതെ 2-3 ദിവസത്തിനകം തന്നെ അത് കേരളത്തിലും NDAയുടെ എല്ലാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുമുള്ള ധാരണകളാവും. അറിയില്ല എത്ര സീറ്റുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് മാത്രമാണ്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പല സീറ്റുകളും ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ജനപക്ഷം നേരത്തെ തന്നെ ഡൽഹിയിൽ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടന്നു. ഇന്ന് ജനപക്ഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഔപചാരികമായിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങ് ഈ പരിപാടിയോടനുബന്ധിച്ചുണ്ട്. അല്ലേ, ഇനി ജനപക്ഷം BJPയിലല്ല, അവർ BJP തന്നെയാണ്. സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിന് മാത്രമേ നടത്താൻ അവകാശമുള്ളൂ. പേരുകൾ പലതും കേൾക്കുമല്ലോ. കാരണം പേരുകൾ കേൾക്കണമല്ലോ. കാരണം ഇനി LDFിൻ്റെയും UDFിൻ്റെയും പേരുകളെ കുറിച്ചിട്ട് യാതൊരു പ്രതീക്ഷയും ജനങ്ങൾക്കില്ലല്ലോ. കാരണം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ്. പരാജയപ്പെട്ട നേതാക്കളെ തന്നെ വീണ്ടും കൊണ്ടുവരികയാണ്. പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളെ കൊണ്ട് വീണ്ടും അവതരിപ്പിക്കുകയാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് NDAയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ്. നല്ല പ്രഗത്ഭരായിട്ടുള്ള, മിടുക്കന്മാരായിട്ടുള്ള, മിടുക്കികളായിട്ടുള്ള 1ാം തരം സ്ഥാനാർത്ഥികൾ, വിജയിക്കാൻ സാധ്യതയുള്ള മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും NDAക്ക്. എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഈ NDA ഇത്തവണ അവതരിപ്പിക്കുന്നത്. അല്ല, അതെല്ലാം പാർട്ടിയുടെ അന്തിമമായ തീരുമാനത്തിന് വിധേയമാണ്. പാർട്ടിയാണ് സർവസ്വം. പാർട്ടി എന്ത് പറഞ്ഞാലും ശിരസ വഹിക്കാൻ ഓരോ പ്രവർത്തകനും ബാധ്യസ്ഥതയാണ്. ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടി പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. കഴിഞ്ഞ തവണ 2 സ്ഥലത്ത് മത്സരിക്കാൻ പറഞ്ഞു, 2 സ്ഥലത്തും മത്സരിച്ചു. നിങ്ങളെല്ലാം ആക്ഷേപിച്ചപ്പോഴും ഞാൻ പാർട്ടിയുടെ ശാസന ശിരസ വഹിച്ചതാണ്. മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പറഞ്ഞാലും മത്സരിക്കണമെന്നുള്ള തീരുമാനം പറഞ്ഞാലും എല്ലാം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനും അത് നിരാകരിക്കാനാവില്ല. പാർട്ടിയാണ് എല്ലാം. ജീവശ്വാസം തന്നെ ഓരോ പാർട്ടി പ്രവർത്തകനും പാർട്ടിയാണ്.